സാംസ്കാരിക അപജയം കെട്ടിക്കിടക്കുന്ന ഇടമായി കേരളം മാറിയെന്ന് സുനിൽ പി ഇളയിടം. കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറി, കൊല്ലം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിക്കുകയും ആചാരം ഭ്രാന്തായി മാറുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ ഉന്നമനത്തിനു പകരം സാംസ്കാരിക അപജയം കെട്ടിക്കിടക്കുന്ന ഇടമായി കേരളം മാറിയെന്ന പ്രഭാഷകനും എഴുത്തുകാരനും അധ്യാപകനുമായ സുനിൽ പി ഇളയിടം കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറി, കൊല്ലം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ഭൂപടം എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. സാമൂഹ്യ യാഥാർത്ഥ്യത്തിനു നേരെ മുഖം തിരിക്കുകയും ആചാരം ഭ്രാന്തായി മാറുകയും ചെയ്യുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. മതബോധം എന്നത് അപരവിദ്വേഷമായി മാറി. മതബോധം ധാർമ്മിക മൂല്യമാക്കി മാറ്റുന്നതിന് പകരം പരസ്പര സ്പർദ്ധകൾ ആഴത്തിൽ വേരുപിടിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ മാറ്റിമറിക്കപ്പെടുകയാണ്. ഭൗതിക വളർച്ചയിൽ കേരളം ഏറെ മുന്നിലായിട്ടും ദരിദ്രരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടും സാമൂഹ്യബോധം സാംസ്കാരിക വളർച്ചയിൽ തീരെ ഇല്ലാതായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജാതിയുടെ വ്യാപനം ശക്തമായി കേരളത്തിൽ ഇന്നും തുടരുന്നു. ഇതുകൊണ്ടാണ് കാലത്തിന്റെ അവശിഷ്ടം കൊണ്ടു നടക്കുന്നവരുടെ നാട്ടിൽ നിന്നും യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത്. വിജ്ഞാനം വികസിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെടുകയും സാമൂഹ്യ ധാരണകൾ പൊള്ളയായി മാറുകയും ചെയ്യുന്നു. നവോത്ഥാന കാലത്ത് ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ച ആശയങ്ങളിൽ ആധുനിക മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ആധുനികതയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി യാഥാസ്ഥിതികത്വമാണ് വളർത്താൻ ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേയുള്ളൂ. അങ്ങനെ മാഷിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഗുണം ഈ രണ്ടറ്റത്തും പോയി മടങ്ങും. ഒരു പ്രസംഗവേദിയിൽ അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും പണ്ഡിതോചിതനായി ജീവിക്കുന്ന ഒരാളോട് സംവദിക്കുന്നുണ്ടാവും, വഴിയോരത്ത് കപ്പലിൽ നിൽക്കുന്ന ഒരാളോട് സംവദിക്കുന്നുണ്ടാവും. ഈ രണ്ടറ്റത്തേക്കും അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന ഭാഷയും നർമ്മവും ജീവിതബോധവും സമകാലികതയും ഒക്കെ ഒത്തിണങ്ങിയ ഒരു പ്രഭാഷണമായിരുന്നു മാഷിൻ്റേത്. മാഷിന്റെ സമകാലികരെ നമുക്ക് വലിയ പ്രഭാഷകരുണ്ടായിരുന്നു. വിജയൻ മാഷുണ്ട്, സാനു മാഷുണ്ടായിരുന്നു. ആ മാഷ്ക്ക് തൊട്ട് മുമ്പാണെങ്കിൽ മുണ്ടശ്ശേരി മാഷെ പോലെ ഇപ്പൊ കേട്ടിയപ്പൻ പറയുന്നുണ്ട്, പ്രസംഗവേദിയിൽ ഗോപുരം പോലെ നിന്ന് മുണ്ടശ്ശേരിയെ ഞാൻ ഓർക്കുന്നു എന്ന്. മുണ്ടശ്ശേരി മാഷ അങ്ങനെ ഒരു വലിയ തലയെടുപ്പാണ്. ഞാനൊരു തവണ ആകെ കണ്ടിട്ടുള്ളൂ, പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ലെങ്കിലും അക്കാലത്ത് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുണ്ടശ്ശേരി മാഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ വേറൊരു വായിൽ മുറുക്കാനിട്ടിട്ടാണ് അത്ര പ്രസംഗിക്കുക. അപ്പൊ മുറുക്കാൻ ഇങ്ങനെ വായിലുണ്ടാവും. അപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ പ്രസംഗം നിർത്തിയിട്ട് വായൊക്കെ കഴുകി കുലുക്കി തുപ്പി ഒന്ന് വീണ്ടും പ്രസംഗിക്കും. അപ്പൊ ആളുകൾ ഇതെല്ലാം കേട്ടിരിക്കും. അങ്ങനെ ഉള്ള വലിയ പ്രഭാഷകർ, പനമ്പിള്ളിയെ പോലുള്ള വലിയ പ്രഭാഷകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാഷ് ആണ് ഒരു നിലയ്ക്ക് നോക്കിയാൽ പ്രഭാഷണം എന്നതിന് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ വിമർശന രൂപവും സാമൂഹ്യ വിനിമയ രൂപവുമാക്കി മാറ്റിയത് മാഷാണെന്ന് എനിക്ക് തോന്നുന്നു. ലൈബ്രറി പ്രസിഡന്റ് CR ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS സുരേഷ്, അഡ്വക്കേറ്റ് KP സജിനാഥ്, G വിജു, ജയൻ മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.